ഹലോ ഗൈസ്, ഇന്ന് വന്നിരിക്കുന്ന ഒരു ബൊട്ടീക്കിൻ്റെ ഷൂട്ടാണ് കേട്ടോ. ഓൺലൈൻ ബൊട്ടീക്കാണ്. അപ്പോൾ രാവിലെ തന്നെ വരുന്നു. ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ലേറ്റ് ആവും തോന്നുന്നു. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമാണ് കേട്ടോ. ഞങ്ങൾ പരസ്പരം അറിയാതെയാണ് ഇവിടെ വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറേ പുതിയ മുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ചേട്ടനും ചേച്ചിയും അങ്ങനെ എല്ലാവരും. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് നേരത്തെ എത്തിയോണ്ട് ഫസ്റ്റ് എൻ്റെ ആയിരുന്നു. ഹെയറും ഫേസും എല്ലാം അവർ ക്ലിയർ ചെയ്യുവാണ്. പിന്നെ സാരി ആയതുകൊണ്ട് തന്നെ ഹെയർ ലോങ് ആയത് അവർക്ക് ഹെൽപ്ഫുള്ളായി. കാരണം ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കാമല്ലോ. അപ്പം ഫേസൊക്കെ അത്യാവശ്യം ക്ലീനാണിപ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് ലെൻസും ലാഷസും അങ്ങനെ ഒരു ഷൂട്ട് എന്ന് പറയുമ്പോൾ മാക്സിമം ബ്യൂട്ടിഫുള്ളാക്കാൻ അവർ ട്രൈ ചെയ്യും. സാരി ഫസ്റ്റ് സാരി വന്നിട്ട് ഇങ്ങനെയാണ്. ഈ ഒരു സാരി എനിക്ക് തോന്നുന്നു പ്രൈസ് അത്യാവശ്യം ഹെവിയാണ്. ഒരു 10Kയുടെ അടുത്ത് വരും. പക്ഷേ സാരി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, എലഗൻ്റാണ്. അതേപോലെ തന്നെ മെറ്റീരിയൽ വൈസ് ആണെങ്കിലും ലൈറ്റ് വെയ്റ്റ് ആണ്. സാരി പോലെ തോന്നില്ല, അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ ഒരു പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ എനിക്ക് തോന്നുന്നു സമയം ഒരു 8-8:30 ആ ഒരു ടൈമാണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ എത്തി. പല ഷൂട്ടിലും ഇതേപോലെ പൂജ നടക്കാറുണ്ട്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ? ജസ്റ്റ് ഒന്ന് പ്രെയർ ചെയ്ത് ഇതേപോലെ നമ്മളെല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിക്കും. പിന്നെ രാവിലെ തന്നെ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായാലും ഭയങ്കര വീക്കാണൊന്ന് കഴിച്ച് തീർക്കാൻ. അപ്പോൾ വടയും ഇഡലിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവർ സെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് സെക്കൻഡ് സാരിയിലോട്ട് കടന്നു. ഇതാണ് എൻ്റെ സെക്കൻഡ് സാരി വന്നിട്ട്. അപ്പോൾ ഡിസൈനറും എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് സാരി 1/1 ആയിട്ട് ഇങ്ങനെ കാണിക്കാം. ഇത് സെക്കൻഡ് സാരിയാണ്. ഇങ്ങനെ 15 സാരിയാണ് ഇന്നത്തെ കോസ്റ്റ്യൂം. അപ്പോൾ നിങ്ങൾ 15 സാരി അതെ ഇതൊന്ന് ഡ്രൈപ്പ് ചെയ്ത് വരാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ ഡ്രൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഷൂട്ട് പോസസ് വീഡിയോസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് തേർഡ് സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സാരി. എനിക്ക് ഏതൊക്കെയോ മൂവിയൊക്കെ ഓർമ്മ വന്നു. ഇത് ഫോർത്ത് സാരി. നമ്മുടെ മൂവി ഓർക്കുമ്പോൾ കിട്ടുന്നില്ല, പക്ഷേ നല്ല ഭംഗിയുള്ള കുറേ സാരികളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പർച്ചേസ് ചെയ്യാം. 2 Line എന്നാണ് ഇവരുടെ വെബ്സൈറ്റിൻ്റെ പേര്. എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ അവളും ഞാനും ആകസ്മികമായിട്ടാണ് ഇവിടെ വെച്ച് കണ്ടത്. എനിക്ക് അവളാണ് പേരെന്നറിയില്ലായിരുന്നു, അവൾക്ക് ഞാനാണ് പേരെന്നറിയില്ലായിരുന്നു. ഇതാ നെക്സ്റ്റ് സാരി. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഒരു പ്ലാസ്റ്റിക് പോലെ കിടക്കും, അങ്ങനത്തെ ഒരു സാരിയാണ്. ഹെയർ ഇതിന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ കേൾസ് ചെയ്യാമെന്ന് ആലോചിച്ചു. കേൾസ് ഭയങ്കര നമ്മുടെ ഹെയർ ഡാമേജ് ആക്കും, പക്ഷേ ഷൂട്ടിൽ അതിൻ്റെ ഔട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ കേൾസ് അവർ കംപ്ലീറ്റ് ചെയ്തു. അത് എനിക്ക് കേൾസ് ആണോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ ആണോ സ്യൂട്ടബിൾ, നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? സാധാരണ ഒരു ലോങ് ഫേസ് ആണ്. അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ ഹെയർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ പേഴ്സണലി എനിക്ക് സ്ട്രെയിറ്റ് ആണെങ്കിലും പ്രൊഫഷണലി എനിക്ക് കേൾസ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നാറുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ എങ്ങനെയാണ്? നിങ്ങൾക്ക് എങ്ങനെയാണോ? ഇത് കേൾസ് ചെയ്ത് തരുമ്പോൾ നമുക്ക് പല കേൾസും ഉണ്ട് കേട്ടോ. ഇത് ലോങ് കേൾസാണ്. ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക്, ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. ഇതിൻ്റെ സാരിയും അതേപോലെ ബ്ലൗസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കറക്റ്റ് ഫിറ്റായിരുന്നു. അതേപോലെ സിൻഡ മൈ ഫ്രണ്ട്, അവളും ഇതേപോലെ ഡിഫറെൻറ്റ് സാരീസുമായിട്ട് അവളും ഇങ്ങനെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. എല്ലാവരും ഒരു 1/4 സാരി കഴിഞ്ഞ സന്തോഷത്തിൽ അടുത്ത നെക്സ്റ്റ് സാരി. ഇതും എല്ലാം ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ആട്ടോ ഇവരുടെ കയ്യിലുള്ളത്. ഇതും ഭയങ്കര ഭംഗി. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് എന്ന് പറയും ഈ ഒരു സാരി. നല്ല രസമില്ലേ കാണാൻ, കളറാണെങ്കിലും. പിന്നെ ഈ ഒരു സാരി വന്നപ്പോഴത്തേക്ക് ഹെയർ സ്റ്റൈൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു. ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് നോക്കി, ഓറഞ്ച് ബ്ലൗസും ഈ ഒരു കളർ സാരിയും ഭയങ്കര രസമായിരിക്കും. ഓരോ സാരി ഇടുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം സാരി ഡ്രൈപ്പിംഗ് വളരെ കുറച്ചേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതും 1-2 സാരികൾ. ഇതേപോലെ 10-15ഓളം സാരികൾ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. ഇതേപോലെ നിങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് സാരി ഷൂട്ട് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതേപോലെ ഹ്യൂജ് ക്വാണ്ടിറ്റി. ഈ സാരി ഡ്രൈപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒതുക്കായിരുന്നു കേട്ടോ. നമ്മൾ കാണുമ്പോൾ ഹെവി ആയിട്ട് ഫീൽ ചെയ്യെങ്കിലും ഒതുങ്ങി കിടന്നോളും. നെക്സ്റ്റ് സാരി ഇതും ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് ചിലർക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതായത് ഒരു ലൈറ്റ് പീച്ചും പിങ്കും ഒക്കെ ചേർന്നൊരു കളറാണ്. അത് എല്ലാ സ്കിന്നും ഇണങ്ങുമെന്ന് ചോദിച്ചാൽ ഇണങ്ങാതെ ഇല്ല, പക്ഷെ ചില സ്കിന്ന് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഇണങ്ങും. ആ ഒരു കളർ
ഷെയ്ഡിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ അത്. ഇവരെല്ലാ സാരിക്കും ബ്ലൗസ് സെപ്പറേറ്റ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം എനിക്ക് ഫിറ്റായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു സാരി ഭയങ്കര രസമാണ്. ഒരു സ്കൂൾ ടീച്ചറൊക്കെ പോലെ ഫീൽ ചെയ്തു. കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയലാണ്. അതേപോലെ തന്നെ ബോർഡറൊക്കെ ഭയങ്കര ഹെവിയാണ് കേട്ടോ. നമുക്കൊരു ഫങ്ഷനൊക്കെ ഇട്ടുകൊണ്ട് സെറ്റാണ് സംഭവം. നല്ല രസമുള്ള കളറാണ്. പിന്നെ ഇതാ ലൊക്കേഷനല്ല, നമ്മുടെ ഷൂട്ട് ഇവിടെയാണ് നടക്കുന്നത്. ഈ ഒരു ഹാളിലാണ്, തൃപ്പൂണിത്തുറ സൈഡിലാണ് കേട്ടോ ഈ ലൊക്കേഷൻ വന്നിട്ട്. അപ്പോൾ എല്ലാവരും എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കഷനിലാണ്. ചില സാരികൾ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുള്ള ഓപ്ഷൻസ് വരുന്നു. അതേപോലെ തന്നെ ചില സാരികൾ ഡ്രൈപ്പിംഗ് കുറച്ചും കൂടെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഡ്രൈപ്പ് ചെയ്യാന്നുള്ള ഓപ്ഷൻ, ഹെയർ സ്റ്റൈൽ, അതേപോലെ തന്നെ ചില മേക്കപ്പ്, ചില ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്, അങ്ങനെ കുറേ കൺഫ്യൂഷൻസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് കേട്ടോ ഇത്. കാരണം ഇത് കയ്യിലൊതുക്കി മടക്കി പിടിക്കാം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു സാരിയുടെ ഭയങ്കര രസമാണ്. പക്ഷെ വില ഇച്ചിരി ഹെവിയാണ്. ഒരു 10, 11, 12 ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഈ സാരി നിങ്ങൾ കണ്ടല്ലോ. അപ്പം 15 സാരികളും ഞാൻ ഉടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സാരി ഇഷ്ടമായി തോന്നുവാണെങ്കിൽ twoline.com നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.